ഇതിഹാസ താരം ലിയോണൽ മെസ്സി ഇന്ന് ഇന്ത്യയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി മെസ്സി എത്തുക അർദ്ധരാത്രിയോടെ 4 സംസ്ഥാനങ്ങളിലെ വിവിധ പരിപാടികളിൽ അർജന്റീൻ നായകൻ പങ്കെടുക്കും. കാത്തിരിപ്പിന് വിരാമം. ലിയോണൽ മെസ്സി ഇന്ത്യയിലെത്തുന്നു. 14 വർഷത്തിന് ശേഷം വീണ്ടും മിഷിഹിയുടെ കാൽപാദം സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ പതിക്കും. മെസ്സിക്കൊപ്പം സൂപ്പർ താരങ്ങളായ റോഡ്രിഗോ ഡ്യൂപോളും ലൂയിസ് സ്വാരസും ഇന്ത്യയിലെത്തും. ശനിയാഴ്ച കൊൽക്കത്തയിലെത്തുന്ന താരങ്ങൾ 70 അടി ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. പോലീസ് അനുമതി ലഭിക്കാത്തതിനാൽ ഓൺലൈനായിട്ടായിരിക്കും പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ സിനിമാ താരങ്ങളും മറ്റു പ്രമുഖരും ഉൾപ്പെടുന്ന ഗോൾഡ് കപ്പിൽ മെസ്സി ബൂട്ടണിയും. ഉച്ചയോടെ ദക്ഷിണേന്ത്യയിലെ ഏക സന്ദർശന വേദിയായ ഹൈദരാബാദിലേക്ക് തെലങ്കാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിൽ മെസ്സി മുഖ്യാതിഥിയായി എത്തും. വിവിധ പാർട്ടി നേതാക്കളും താരങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ കൂടെ മെസ്സിയും സ്വാരസും ഡീപോളും പന്ത് തട്ടും. മെസ്സിക്കൊപ്പം പന്ത് തട്ടാനായി രേവന്ത് റെഡ്ഡി ആഴ്ചകൾക്ക് മുമ്പേ പരിശീലനം ആരംഭിച്ചിരുന്നു. ഞായറാഴ്ച മുംബൈയിലാണ് മെസ്സിയുടെ പരിപാടി. ക്രിക്കറ്റ്, ബോളിവുഡ് താരങ്ങൾ, കോടീശ്വരന്മാർ, പ്രമുഖ മോഡലുകൾ തുടങ്ങിയവർ ക്ഷണിതാക്കളായി എത്തുന്ന ഫാഷൻ ഷോയിൽ മെസ്സി ഭാഗമാകും. രാത്രിയാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മെസ്സി കൂടിക്കാഴ്ച നടത്തും. 9 അംഗ സെലിബ്രിറ്റി മത്സരവും രാജ്യ തലസ്ഥാനത്ത് സംഘാടകർ നടത്തും. മെസ്സി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനപ്പുറം ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടിയാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.